ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഉം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ സൂറത്ത് അഹ്സാബിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ബനൂ ഖുറൈള ജൂതഗോത്രത്തിൻ്റെ വിഷയത്തിൽ നടന്ന ഉപരോധം, ആ ഉപരോധത്തെ തുടർന്ന് അവരെ ബന്ദിയാക്കൽ, അതിൽ അവരുമായി ബന്ധപ്പെട്ടുള്ളതായ അവരിൽ യോദ്ധാക്കളായിട്ടുള്ളവരെ വധിക്കൽ, പിന്നെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ, അത് വിഷയങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അതിനെ തുടർന്ന് ഇനി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് വരുന്നത്. 27 വരെയുള്ള ആയത്തുകളിൽ പല വിഷയങ്ങൾ വന്നു അല്ലെ. സൂറത്ത് അഹ്സാബിൽ പല വിഷയങ്ങൾ നമ്മൾ പഠിച്ചത്. അതിൽ അവസാനം കടങ്ങ് യുദ്ധം, ഹന്തക്ക് യുദ്ധം, പിന്നെ അതാണ് അഹ്സാബ് യുദ്ധം. കടങ്ങ് യുദ്ധത്തെ തുടർന്ന് പിന്നെ ബനൂ ഖുറൈളക്കാരുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി പെട്ടെന്ന് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിലേക്ക് വരികയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളാണ് ഈ തുടർച്ചയിൽ ഏതാനും വചനങ്ങൾ. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ രണ്ടായത്തുകൾ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദ്നൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല വഇൻ കുൻതുന്ന തുരിദ്ന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സനാതി മിൻകുന്ന അജ്റൻ അദീമ. ഈ രണ്ടായത്ത്, ഇതിനാണ് ആയത്തു തഖീർ എന്ന് പറയാം. ആയത്തു തഖീർ, അത്തഖീർ. എന്താ ഈ തഖീർ? തെരഞ്ഞെടുപ്പ്. ഖയ്യറ യുഖയ്യിറു തഖീർ. ഖയ്യറ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു, രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കുക, അതിൻ്റെ സ്വാതന്ത്ര്യം, അതിന് സ്വാതന്ത്ര്യം നൽകുക, അതാണ് തഖീർ. രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പത്നിമാരോട് പറയാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭാര്യമാർക്ക്. ഭൗതിക ജീവിതം, അതിലെ അലങ്കാരങ്ങൾ, അത് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ നിങ്ങളെ വിവാഹമോചനം നടത്തിയിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം, നിങ്ങൾക്ക് ആ ഭൗതിക ജീവിത സുഖത്തിൽ മുന്നേറാം. അതാണ് ഒന്ന്, തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം. അതല്ല, അള്ളാഹ്ക്ക് വഴിപ്പെട്ട്, അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട് പരലോകത്തിന്, സ്വർഗത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിതത്തിൽ തുടരാം. ഇതായിരുന്നു തഖീർ. വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവർക്ക് നൽകിയ തഖീർ ഇതായിരുന്നു. ആ തഖീറിൻ്റെ ഇറങ്ങിയ ആയത്താണ് ഈ രണ്ടായത്തുകൾ. പറഞ്ഞ മനസ്സിലായി? വിശുദ്ധ ഖുർആൻ തഖീറിൻ്റെ ആയത്തുകൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂറത്ത് അഹ്സാബിലെ 28, 29 ആയത്തുകളാണ്. അതെന്തുകൊണ്ട് ഈ ഒരു ഖുർആനിൽ ഇവിടെ വന്നു? കിടങ്ങ് യുദ്ധം കഴിഞ്ഞ് പിന്നെ ബനൂ ഖുറൈളക്കാരുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ പരാമൃഷ്ടമായതിനു ശേഷം എന്തുകൊണ്ട് തഖീറിൻ്റെ ആയത്ത് വന്നു? അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ തഫ്സീറുൽ ബഹറുൽ മുഹീത്തിൽ അബൂ ഹയ്യാൻ ഇതിൻ്റെ ഒരു ചരിത്രം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സ്വത്തുക്കൾ വന്നു. സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം നടത്താതെ വരുന്ന സ്വത്തുക്കളാണ്. യുദ്ധമില്ലാതെ ശത്രുവിൽ നിന്ന് വരുന്ന സ്വത്തുക്കൾക്കാണ് സ്വത്ത് എന്ന് പറയുക. യുദ്ധം ഉണ്ടായാൽ വരുന്ന സ്വത്തുക്കൾക്ക് എന്താ പറയുക? ഖനീമത്ത് സ്വത്തിൻ്റെ പ്രത്യേകത, അത് യോദ്ധാക്കൾക്കിടയിൽ വീതിക്കും, യോദ്ധാക്കൾ കൊടുക്കും. എന്നാൽ യോദ്ധാക്കൾക്ക് മാത്രമുള്ളതല്ല,
അല്ലേ? അതാണ് മാ അഫ അള്ളാഹു അല റസൂലിഹി. പിന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അള്ളാഹു റസൂലിന് ഫൈ ആയി നൽകിയ സ്വത്തുക്കൾ അത് ഫലില്ലാഹി വലി റസൂലിഹി വലിദിൽ ഖുർബ വലി യതാമ വൽ മസാക്കീൻ, ഇങ്ങനെയാണ്. യോദ്ധാക്കൾക്കല്ല അത് പോവുക. അത് പോകൽ അള്ളാഹുവിന് എന്ന് പറഞ്ഞെങ്കിൽ ബൈത്തുൽ മാലിലേക്ക് പോകും. അതിൻ്റെ വിഹിതങ്ങൾ പ്രത്യേകം പറയപ്പെട്ടു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകും. പിന്നെ അഗതികൾക്ക്, അനാഥകൾക്ക്, ഇങ്ങനെ ഉള്ള വിഭാഗങ്ങൾക്കാണ് അത് വീതിക്കുക. അപ്പോൾ ഫൈക്ക് സ്വത്ത് വന്നപ്പോൾ മദീനയിൽ അതിന് പ്രത്യേകിച്ച് ബനു നദീർ ഇതിനു മുമ്പ് നടന്ന ഖന്തക്ക് യുദ്ധം നടക്കുന്നതിന് മുമ്പ് നടന്ന ഒരു യുദ്ധമാണ്. യുദ്ധം എന്ന് പറയാം, പിന്നെ ചരിത്രത്തിലൊക്കെ അങ്ങനെ ഗസ്വത്ത് ബനു നദീർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ വധിക്കാൻ ശ്രമിച്ച യഹൂദ ഗോത്രമായിരുന്നു ബനു നദീർ വിശുദ്ധ മദീനയിൽ. പിന്നെ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർവഹിച്ച കരാറിനെ പരസ്യമായി ലംഘിച്ചവരാണ് മദീനയിൽ. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പിന്നെ ഒരു സൈന്യവുമായിട്ട് യുദ്ധത്തിന് പോയ ചരിത്രം. ബനു നദീർ മദീന തന്നെയാണ്, നമ്മളിവിടെ മാപ്പിൽ കണ്ടില്ലേ. ഏതായാലും ഈ ബനു നദീറുമായി പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. പക്ഷെ അവരൊക്കെ കോട്ടകളാണ്. അവരെ കോട്ടകളിൽ ചേക്കേറി അവരവരുടെ കോട്ട ഭദ്രാക്കി. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നു, ഉപരോധിക്കേണ്ടി വന്നു. അങ്ങനെ അത് പിന്നെ ഹിജ്റയുടെ 4 റബീഉൽ അവ്വലിലായിരുന്ന സംഭവം, റബീഉൽ അവ്വൽ മാസത്തിൽ. പിന്നെ അവരെന്ത് ചെയ്തു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന തീരുമാനത്തിന് വിധേയരായിട്ട് അവർ മദീന വിടാൻ തീരുമാനിച്ചു. അങ്ങനെ അത് സുൽഹിൽ കലാശിക്കുകയാണ് ചെയ്ത്, യുദ്ധം ഉണ്ടായില്ല. അങ്ങനെ അവർക്ക് അവരുടെ വാഹനപ്പുറത്ത്, ആ വാഹനങ്ങളുടെ പുറത്ത് ചുമന്നു കൊണ്ടുപോകാനുള്ളത് എന്താണ്, അതായത് നാട് വിടാൻ പറഞ്ഞു, മദീനയിൽ നിന്ന് വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ ഖൈബറിലേക്കും മറ്റും നാട് വിട്ടു, ബനു നദീർ ജൂതഗോത്രം. അപ്പോൾ അവരുടെ സ്വത്തിൻ്റെ വിഷയം, അവരുടെ സ്വത്തുക്കൾ അത് മുസ്ലിമീങ്ങൾക്ക് ഫൈ ആയി കിട്ടി. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞില്ലേ, അവിടെ യുദ്ധം നടന്നിട്ടില്ല. അപ്പോൾ ശത്രുവിൽ നിന്ന് വരുന്ന സ്വത്താണ് ഫൈ, വലിയ സ്വത്താണ്. അപ്പോൾ അതിലൊരളവ് ആർക്ക് വരും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വത്തുക്കളുണ്ട്. മറ്റ് ചില ഫൈകളും വന്നു മദീനയിൽ. അപ്പോൾ ഈ ഖുറൈദ ഉണ്ടല്ലോ, ഖുറൈദക്കാരോടുള്ള പിന്നെ യുദ്ധവിഷയമൊക്കെ ഉണ്ടല്ലോ, അതിലും ചില വിഹിതങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ സ്വത്തുണ്ട്. പക്ഷെ റസൂലുള്ളാഹിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താ? അതാണ് ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു ലാവിഷായ ജീവിതം ഉദ്ദേശിക്കുന്നേ ഇല്ല. മാലി വലി ദുനിയ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തത്വം. അതാണ് മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത് ഞാനൊരു വഴിപോക്കനെ പോലെ, വഴിപോക്കൻ മാത്രം. അപ്പോൾ ആ തത്വപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീട്ടുകളിലൊക്കെ വളരെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ടുള്ള ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭാര്യമാർ അദ്ദേഹത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടുതൽ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് തഖീർ. അതായത് മുമ്പൊക്കെ എങ്ങനെ ശുദ്ധ മദീനയിലേക്കൊക്കെ ഹിജ്റ വന്ന സമയത്തൊക്കെ നമ്മൾ വായിക്കുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസൊക്കെ പറയുന്നത്, പിന്നെ റഅയ്തു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അസ്സബ ബത്നഹു ബിഇസാബത്തിൻ അലാ ഹജർ, ഒരു കല്ല് വെച്ച് അതിന്മേൽ ഇസാബ കൊണ്ട് കെട്ടിയ കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയാണ് അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയുന്നത്. അദ്ദേഹം ചോദിച്ചു, അനസ് കുട്ടിയല്ലേ, ചോദിക്കുന്നത് റസൂൽ അങ്ങനെ കല്ല് വെച്ച് കെട്ടിയത്. അപ്പം പറയുന്നത് റസൂലുള്ളാഹിക്ക് വിശപ്പ് കാരണത്താൽ. അപ്പോൾ കുട്ടിയല്ലേ, വേഗം വന്നിട്ട് വാപ്പാനോട് പറയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ കല്ല് വെച്ച് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ കണ്ടു. അപ്പോൾ അബൂ തൽഹ വേഗം മുസ്ലിമിനോട് ചോദിക്കണം, മുസ്ലിം എന്താ ഇവിടെ ഉള്ളത്? അപ്പം പറയാണ്, ഇവിടെ ഒന്നുമില്ല, പിന്നെ ചില തമറാത്തുണ്ട്, കാരക്കകളുണ്ട്, കിസർ ഖുബ്സ്, റൊട്ടി കഷ്ണങ്ങളുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ വെള്ളം എടുത്തിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാണ്. അപ്പോൾ ഒരാൾക്ക് വന്നാൽ കഷ്ടിച്ചുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അനസിനെ വിട്ട സംഭവം നമ്മൾ പറയല്ലേ, കേട്ടിട്ടുണ്ട്, ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റസൂലുള്ളാഹി ഒറ്റയ്ക്കല്ലിരിക്കുന്നത്, അത് ചുറ്റും കുറേ ആളുകളുണ്ട്, 80 ആളുകൾ അല്ലെങ്കിൽ 70 ആളുകളുണ്ട് എന്നാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഓടിയാൽ ചെന്ന് ഇത് തിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ. അപ്പോൾ
അനസ് അവിടെ നെട്ടി നിന്നുപോയി. അപ്പോൾ റസൂൽ കണ്ടപ്പോൾ റസൂൽ തങ്ങൾ ചോദിക്കാണ്, പിന്നെ അബൂ തൽഹ പറഞ്ഞയച്ചാണോന്ന്? അതെ. തിന്നാൻ വരാനാണോന്ന് ചോദിച്ചു. അപ്പോൾ അനസ്റുല്ലാന്ന് ചമ്മി. പക്ഷേ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഹലും, എല്ലാവരോടും വരാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ പിന്നെ അബൂ തൽഹ തലേ കൈ വെക്കണ അവസ്ഥ. കാരണം എന്താ, ഇത് ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് പറയുന്നത്, യാ റസൂലല്ലാ ഹാദാ ഷൈഉൻ യസീറുൻ സനഅഹു ലക ഉമ്മു സുലൈം എന്ന് പറയുന്നു. ഉമ്മു സുലൈം നിങ്ങൾക്ക് ഉണ്ടാക്കി കുറച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ റസൂൽ പറയുന്നത്, ലാ അലൈക്ക്, നിങ്ങളത് പ്രശ്നമാക്കണ്ട, സയജഅലുല്ലാഹു ഫീഹിൽ ബറക, അല്ലാഹു അതിൽ ബർക്കത്ത് ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഇങ്ങനെ റസൂലുള്ളാഹി ഹലുമ്മി മാ ഇൻദകി യാ ഉമ്മു സുലൈം, മുസ്ലൈം നിങ്ങളെന്താ ഉണ്ടാക്കിയെന്ന് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ കൊണ്ട് നോക്കുമ്പോൾ വളരെ കുറച്ചുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഅ്ദിം ഫീഹിൽ ബറക, അല്ലാഹു അതിൽ ബർക്കത്ത് വർദ്ധിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തു. എല്ലാവരോടും പറഞ്ഞു കുലു ബിസ്മില്ല, ബിസ്മില്ല പറഞ്ഞ് തിന്നാൻ പറഞ്ഞു. പിന്നെ അനസിനോട് പറഞ്ഞു ഇപ്പോൾ 10 ആളുകളെ കയറ്റി വിടാൻ പറഞ്ഞ്. അങ്ങനെ 10 ആളുകൾ വന്ന് ഓരോരുത്തരും അതിൽ നിന്ന് കഴിച്ചു. അള്ളാഹു അവതരിപ്പിച്ചൊരു മുഅ്ജിസത്ത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ ജീവിതം. പിന്നെ അത് ആദ്യകാലത്ത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് വന്നു, സ്വത്ത് വന്നു. സ്വത്ത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കയ്യിൽ സ്വത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്നിട്ടും വീട്ടിലെ അവസ്ഥ, വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ലാവിഷായ ജീവിതം സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു വീട്ടിൽ നിന്ന് ഒരു ആടിനെ കൊടുത്തയച്ച്, അതിൻ്റെ കാല കൊടുത്തയച്ച്, രാത്രിയെ കൊടുത്തയച്ച്. അപ്പോൾ ആയിഷ പറയണേ, ഞാനത് കുറേ പിടിച്ച് നിൽക്കും. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇറച്ചി കുറേ മുറിക്കും, പിന്നെ റസൂലുള്ളാഹി പിടിച്ച് വെക്കും, ഞാനും മുറിക്കും. അപ്പോൾ സഹാബി ചോദിക്കുകയാണ്, പിന്നെ മിസ്ബാഹിൻ്റെ വെട്ടത്തിലായിരുന്നു ഞങ്ങൾ രാത്രിയല്ലത് മുറിക്കണത്, മിസ്ബാഹിൻ്റെ വെട്ടത്തിലായിരുന്നു, മിസ്ബാഹ് എന്നാണ് വിളക്ക്, വെട്ടത്തിലായിരുന്നു ഞങ്ങൾ മുറിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മിസ്ബാഹിൽ പാരാനുള്ള എണ്ണ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളത് തിന്നുമായിരുന്നു. മിസ്ബാഹിൽ പാരാനുള്ള വെട്ടത്തിന് വിളക്കിൽ കത്തിക്കാനുള്ള എണ്ണ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് തിന്നുമായിരുന്നു. അത്ര പിന്നെ പരിമിതമായ വിഭവങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. അതേപോലെ തന്നെ ഈ ഉദ്ഹിയൻ്റെ ഉദ്ഹിയുണ്ടല്ലോ, ഉദ്ഹിയ അർത്താൽ എപ്പോഴാണ് ഉദ്ഹിയ? ബലിപെരുന്നാളിന്. ആ ബലിപെരുന്നാളിന് പിന്നെ മാംസം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കുറായ എടുത്ത് വെക്കായിരുന്നു. കുറായ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ മടമ്പ് കാൽമടമ്പുകൾ എടുത്തു വെക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 15 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളത് ഭക്ഷിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത ഉടനെ ഇറച്ചി ഉണ്ടാവും അല്ലേ, അത് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആടുകളുടെ കാൽ കുളമ്പുകൾ അതെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അതായിരുന്നു തിന്നിരുന്നതെന്ന് പറയണം. അപ്പോൾ ആ റാവി ചോദിക്കണത് കേൾക്കണം, റാവി ചോദിക്കുകയാണ്, പിന്നെ ഫമത്തറക്കുമില്ലാതാലിക്, അങ്ങനെ അത് തിന്നാൻ മാത്രം നിങ്ങൾ നിർബന്ധിച്ചിരുന്നത് എന്താണ്? ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ആ വിഷയത്തിൽ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ ഈ മധുമായ ഖുബ്സ്, കറി കൂട്ടിയിട്ട് റൊട്ടി വയറ് നിറച്ച് കഴിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ അവസ്ഥയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ലാവിഷായ ലൈഫ് അതൊരിക്കലും സമ്മതിച്ചിരുന്നില്ല. വീട്ടിൽ വിരക്തമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് പറയുന്നത്, ഇന്നാ ലനൻദുറു ഇലൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ ഫീ ഷഹ്റൈൻ, ഞങ്ങൾ ഇങ്ങനെ പിന്നെ മാസം ഉദിക്കുന്നതും കാണും, നോക്കും. 3 മാസം ഉദിക്കും, 2 മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 2 പിന്നെ മാസങ്ങളിൽ 3 ഉദയങ്ങളെ ഞങ്ങൾ ദർശിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീപ്പ് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു തിന്നിരുന്നത്? അത് പറയാണ്, നിങ്ങൾ എന്ത് തിന്നായി ജീവിച്ചിരുന്നതെന്ന് ചോദിക്കും. പറയാണ്, ഇന്നമാ ഹുവൽ അസ്വദാൻ അൽമാ ഉ വത്തംബർ, പച്ചവെള്ളവും കാരക്കയായിരുന്നു. പിന്നെ റസൂലുള്ളാഹിക്ക് ചില അയൽവാസികളുണ്ടായിരുന്നു, അവർ ഒട്ടകങ്ങളെ കറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാൽ കൊടുത്തയക്കും. അപ്പോൾ ഞങ്ങളതായിരുന്നു കഴിച്ചിരുന്നത് എന്ന് പറയുന്നു ആയിഷ റളിയല്ലാഹു തആല. ഞാൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൻ്റെ ഒരു ഭൗതിക സാഹചര്യം, 9 ഭാര്യമാർ,
അവരോടത്തുള്ള റസൂലുള്ളാഹിൻ്റെ ജീവിതം തീർത്തും വിരക്തമായിരുന്നു. ഒരിക്കലും ഒരു സുഖലോലുപതയുടെ ജീവിതം നിസ്സാസൽ മതങ്ങളുടെ അളവിലുണ്ടായിട്ടില്ല, സമ്മതിച്ചിട്ടില്ല, റസൂലുള്ളാഹി സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇതാണ് ജീവിതം കേട്ടോ. അവിടെയാണ് റസൂലുള്ളാഹിക്ക് എന്തുണ്ട്? റസൂലുള്ളാഹിൻ്റെ കയ്യിൽ സ്വത്തുക്കളുണ്ട്, സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കളൊക്കെ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നുണ്ട്. അതനുഭവിച്ച് ജീവിക്കുന്നവരും വിശുദ്ധ മദീനയിലുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ കാണുകയാണ്, അറിയാണ്, അവരുടെ മുന്നിൽ വെച്ച് നടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ചെയ്തത്, റസൂലുള്ളാഹിനോട് ജീവിത വിഭവങ്ങളുണ്ടല്ലോ, ജീവിത ചെലവുകൾ, നഫഖാത്ത്, അത് കൂടുതൽ തരണം എന്നാവശ്യപ്പെട്ടത്, കൂടുതൽ തരണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് എന്ത് വന്നത്? അള്ളാഹു ഈ തഖീറിൻ്റെ ആയത്തിറക്കിയത്. അത് ഈ ഖുറൈദക്കാരുമായിട്ടുള്ള യുദ്ധത്തിന് തുടർന്ന് തന്നെ ഇത് വരാൻ കാരണം ഇതാണ്. ഖുറൈദക്കാരോടുള്ള യുദ്ധത്തിലൊക്കെ എന്തുണ്ട്? ചില സമ്പത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ ജീവിതം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും എന്നിട്ടും അടിപൊളിയാക്കാൻ, ലാവിഷാക്കാൻ സമ്മതിച്ചിരുന്നില്ല. വിരക്ത ജീവിതം അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് നിഷ്കർഷിച്ചിരുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ജീവിതത്തിൽ പുലർത്തിയിരുന്നത് പോലെ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് നിർബന്ധിച്ച് അവരെ കെട്ടിയിടുന്ന അവസ്ഥ ഉണ്ട് വീട്ടിൽ. അവർക്ക് ഇനി അല്പം ഇതിനേക്കാൾ ഭേദപ്പെട്ട ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വരൂ, ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ മത്താഴ് നൽകി യാത്രയാക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അതല്ല അള്ളാഹുവേയും റസൂലിനെയും സ്വർഗത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാം എന്നാണ് ഇവിടെ ഇതിലുള്ള വിഷയം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു, നോമ്പിന് മുമ്പത്തെ ക്ലാസ്സിൽ. ഒരു പ്രശ്നം. എന്താ പ്രശ്നം? ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള വിഷയം ഉണ്ടല്ലോ, ഓർക്കേണ്ടത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ തലാഖ് ചൊല്ലി എന്നുള്ളൊരു ഇഷ്യൂ മദീനയിൽ പരന്നു. ഉമർ അത് ചോദിക്കാൻ വേണ്ടി വന്ന്, അതാ വിഷയം. അത് അവിടെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ആയത്ത് ഓതുന്നത്. അപ്പോൾ ഇതാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകളിൽ ചില സംസാരങ്ങളുണ്ടായി. അത് ഇതിൻ്റെ വിഷയം ഇതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഇത്രമാത്രം വിരക്തി എന്തിന് എന്നുള്ളൊരു വായന, അതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ചില ചോദ്യങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഉണ്ടല്ലോ, ഈ ഒരു ജീവിത ചെലവുകൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള ചില സംസാരങ്ങൾ റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങൾ അതിൽപ്പെട്ടതാണ് നമ്മൾ മറ്റേ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ്, ആയിഷയും ഹഫ്സയും റളിയല്ലാഹു അൻഹുമ അവർ റസൂലുള്ളാഹി സൈനബ് ബിൻത് ജഹ്ഷിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. വീടുകൾ ഉണ്ടല്ലോ മനുഷ്യ സഹജമാണ്, അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ. അപ്പോൾ ഈ ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിത ചെലവുകൾ ഏറെ ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ചില പ്രശ്നങ്ങൾ നടന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യമാരും തമ്മിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ ഒരു മാസം അകന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞതിനാണ് ഈലായി എന്ന് പറയാം. ഈലായി എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ പ്രാപിക്കുകയില്ല ഇത്ര കാലം എന്ന് പറഞ്ഞിട്ട് അവരോട് അകന്ന് ജീവിക്കുക, ഈലാഗ്. അപ്പോൾ റസൂൽ ഒരു മാസം ഭാര്യമാരോട് ഈലാഗ് നടത്തിയിട്ട് റസൂൽ അവരിൽ നിന്ന് വിട്ട് ജീവിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലൊരു മഷ്റൂബുണ്ട്, ഒരു മഷ്റൂബാണ് ഗോഡൗൺ. റസൂൽ അവിടേക്ക് താമസം മാറ്റി. അതാണ് വിഷയം. അപ്പം അത് നാട്ടിൽ പറഞ്ഞത് എന്താ? നാട്ടിൽ പറഞ്ഞത് റസൂലിൻ്റെ ഭാര്യമാരെ തലാഖ് ചൊല്ലിയെന്നാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കൊണ്ടതായിരിക്കണം ഉമറിനാണ്. കാരണം ഉമറിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തലാഖിന് വിധേയയായ സ്ത്രീയാണ്. അപ്പോൾ ഇത് രണ്ടാമതും ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമറിന് ഒരിക്കലും സഹിക്കണ കേസല്ല. ഉമർ റളിയല്ലാഹു തആല എപ്പോഴും റസൂലുള്ളാഹിൻ്റെ കുടുംബവുമായിട്ടൊരു ബന്ധം. ഉമർ ബനു അദിയാണ് ഖുറൈശികളിൽ, റസൂലുള്ള ബനു ഹാഷിമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടൊരു വൈവാഹിക ബന്ധം കൂടി നിലനിർത്തുന്ന വിഷയത്തിൽ ഉമർ വളരെയധികം തൽപരനായിരുന്നു. അതുകൊണ്ടാണ് ഉമർ ആലിയാരുടെ മകൾ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചതും അന്വേഷിച്ചതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു സ്ത്രീയെ കൊടുത്തു. അതാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ സ്വന്തം മകൾ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത വിഷയം. ഇത് തലാക്കൽ കലാശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു വേഗം ഈ വാർത്ത കേട്ട ഉടനെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് വിട്ടുന്നു. ആദ്യം വരുന്നത് ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. യാ ഇബ്നത്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കുകയാണെന്നുള്ളൊക്കെ കാര്യം സംസാരിക്കണം. അപ്പോൾ മാലി വലക ഇബ്നുൽ ഖത്താബ് അലൈക ബി ഐബതിക്, ഉമർ നിങ്ങൾ എന്നോട് സംസാരിക്കണേ, നിങ്ങളെ മകളുണ്ട്, അപ്പോൾ അവിടെ പോയി സംസാരിക്കാൻ പറയാൻ ആ വിഷയമൊക്കെ നടന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല വീണ്ടും അവിടെ ഒച്ച വെച്ചിട്ട് സംസാരിക്കുകയാണ്. ഇല്ലാത്ത കുഫുന്നാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ നിങ്ങൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ അത് നിർത്തുക തന്നെ വേണം. അതില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വ അബ്കാർ, അങ്ങനത്തെ സ്ത്രീകളെ നൽകും. ഇവിടെ വേറെ സ്ത്രീകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വേറെ സ്ത്രീകളെ നൽകും, നിങ്ങളല്ലാത്തവരെ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കണത് ഉമർ. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പറയുന്നത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉപദേശത്തിന് ഞങ്ങൾക്ക് ആവോളുണ്ട്, ഇനിയിപ്പോൾ ഉമറിൻ്റെ ഉപദേശം ഞങ്ങൾക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ വിഷയങ്ങൾ. അവസാനം ഉമർ ഹഫ്സൻ്റെ അടുക്കലേക്ക് പോണത്, ഹഫ്സനോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി നിന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ടോ ചോദിക്കാൻ. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയണ എനിക്കറിയില്ലാതെ റസൂലുള്ളാഹി അവിടെ മശ്റബയിൽ ഇരിക്കണം, പോയി ചോദിക്കാൻ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂല് ഞാൻ കാരണത്താലാണ് നിന്നെ നിലനിർത്തുന്നത് ഭാര്യയായിട്ട്, ഇതിനു മുമ്പൊരു തലാഖ് നടന്ന് ഇനിയും തലാഖായോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഉമർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന വിഷയം. അതൊരു കുറച്ച് വലിയൊരു സംഭവമാണ്. അവിടെ ആ ഇതിൽ കാണാം, ഉമർ പറയുന്നുണ്ട്, ലാ തസ്തക്സിരി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഹഫ്സ റസൂലുള്ളാഹിനോട് ഇങ്ങനെ ഏറെ ചോദിക്കരുത്, ഇനിയും വേണമെന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി, റസൂലുള്ളാഹിനോട് ചോദിക്കരുത് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് വിഷയം എന്താ, ഇവർ ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിത ചെലവ് ഏറെ ചോദിക്കുകയാണ്. അപ്പം അത് ഉമർ അറിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഹഫ്സനോട് റസൂലുള്ളാഹിനോട് ഏറെ ചോദിക്കണ്ട, റസൂലുള്ളാഹി തരുന്നതിൽ തൃപ്തിപ്പെട്ടോളി, എന്തെങ്കിലും വേറെ വേണമെന്നുണ്ടെങ്കിൽ വാപ്പ എന്നോട് ചോദിച്ചോളി എന്ന് പറയുന്നുണ്ട്. അപ്പം വിഷയം ഇതാണ്, ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ജീവിത ചെലവുകൾ ഞങ്ങൾക്ക് കൂടുതൽ തരണം എന്നാവശ്യപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ. അപ്പം അത് ഉമറിന് മനസ്സിലായിട്ടാണ് ഉമർ ഈ പറയുന്നത്, എന്നോട് ചോദിച്ചോളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഏറെ ചോദിക്കരുത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനാൽ ഭാര്യമാരോട് പിണങ്ങി ഒരു മാസം ഇനി അവരോട് അടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള റസൂലുള്ളാഹി മശ്റൂബയിലാണുള്ളത്. ഒരു മാസത്തിന് 29ാമത്തെ ദിവസം രാത്രി, 29 അന്ന് രാത്രി അസ്തമിച്ചതിന് ശേഷം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മശ്റൂബയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്ന്. ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലേ നിങ്ങളല്ലേ ഒരു മാസം ഞങ്ങളോട് അടുക്കൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് സത്യം ചെയ്ത് പറയണാണ്, നിങ്ങൾ വിട്ടുനിന്നത് ഇന്ന് 29ാമത്തെ ദിവസമാണ്, ഈ ഒരു മാസത്തെ ഞാൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് 29 ദിവസമേ ആയിട്ടുള്ളൂ, നിങ്ങൾ ഇങ്ങനെ സത്യം ചെയ്തും ഇതല്ലേ എന്ന് പറയാം ആയിഷ ചോദിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആയിഷ എനിക്കറിയാം, പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് എന്നോട് പറഞ്ഞു ഈ മാസം 29 ഉള്ളൂ, മാസം 29 ഉള്ളൂ. ഇന്നത്തെ മാതിരി മാസം ഇങ്ങനെ ദർശിക്കുന്ന വിഷയമുണ്ടല്ലോ, ഈ ഖഗോളദൂര ദർശിനിയൊന്നുമില്ല. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് മാസം 29 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് എന്തിനാ, ഇറങ്ങി വന്നത് എന്തിനാ, ഈ ആയത്ത് ഓതി കൊടുക്കാൻ. 29 രാത്രി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ ഞാൻ നിങ്ങളോടൊരു കാര്യം ഉണർത്തുകയാണ്, കൽപ്പിക്കുകയാണ്. അത് പറയുന്നുണ്ട്, ലാ അലൈക അൻ തസ്തഅജിലി, നിങ്ങൾ തിരക്കൂട്ടൊന്നും വേണ്ട, ബൽ തസ്തഅ്മിരി അബവൈകി, നിങ്ങൾ തിരക്കൂട്ടൊന്നും വേണ്ട, ഞാൻ ഈ പറയാൻ പോണ കാര്യം നിങ്ങൾ വാപ്പനോടും ഉമ്മനോടും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്താ തീരുമാനം, എന്താ കാര്യം ഇതാണ്, തഖീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായിട്ട് തുടരണോ, അതല്ല ജീവിത ചെലവുകൾ കൂടുതൽ ലഭിച്ച് ഒരു നല്ല കൂടുതൽ
ഭൗതികമായിട്ട് അഭിവൃദ്ധിയുള്ള ജീവിതത്തിലേക്ക് പോകണം. ഇതാണ് തഖീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 ആയത്തുകൾ ആയിഷക്ക് ഓതി കൊടുത്തു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരീദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ എന്ന് തുടങ്ങിയിട്ട് ഈ ആയത്തുകൾ 2 ഓതി കൊടുത്തു. അത് പറയാൻ തിരക്കൂട്ടൊന്നും വേണ്ട. ഇപ്പം തന്നെ ഒരു തീരുമാനം പറയണ്ട. വാപ്പനോടും ഉമ്മനോടും കൂടി ആലോചിച്ചിട്ട് വന്നിട്ട് തീരുമാനം പറഞ്ഞാൽ മതിയാണ്. അപ്പം ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഇതിനാ ഞാൻ വാപ്പനോടും ഉമ്മനോട് തീരുമാനിക്കണത്? ഇതിന് എനിക്ക് വാപ്പനോടും ഉമ്മനോട് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞാൻ ഇഖ്തർത്തുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, ഞാൻ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും സ്വർഗ്ഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു. ഇനി റസൂൽ ഇവിടെ നിൽക്കുകയല്ല, ഇനി റസൂൽ പോവുകയാണ്. എവിടേക്കാ പോണത്? ഭാര്യമാരുടെ അടുക്കലേക്ക് പോകണം. ആയിഷ റളിയല്ലാഹു തആല പറയുന്ന, റസൂലേ, നിങ്ങളോട് ഞാൻ ഈ പ്രതികരിച്ചത് നിങ്ങൾ അവരോട് പറയരുത്. ഓലെ പ്രതികരണം എന്താണ് എന്ന് അറിയാൻ വേണ്ടി നിങ്ങളിത് പറയരുത് എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല. ഞാൻ ഈ പറഞ്ഞത്, ഞാനിതാണ് തിരഞ്ഞെടുത്ത്, നിങ്ങൾ പറയരുത്, ഓലോട് പറയരുത് എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറയുന്നുണ്ട്, യാ ആയിഷ ഇന്നി ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ വലം ഉബ്അസ് മുഅന്നീതൻ മുതഅന്നീത എന്ന് പറയുന്നുണ്ട്. ആയിഷ, ഞാനൊരു മുഅല്ലിമൻ മുയസ്സിർ, വളരെ മൃദുവായി, വളരെ എളുപ്പത്തിൽ, നയത്തിൽ, നന്മയിൽ ഒരധ്യാപകനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഒരു രൂക്ഷപ്രകൃതനോ അല്ലെങ്കിൽ ഒരു ശഠിക്കുന്നവനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, രൂക്ഷമുള്ള ഭാവമുള്ളവനായിട്ട് അള്ളാഹു എന്നെ അയച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയും എന്ന് പറഞ്ഞു. ആരാണ് എന്നോട് ചോദിക്കണതാ, ആരാണ് എന്നോട് ചോദിക്കണത്, ഞാൻ അവരോടത് പറയും, മൂടി വെക്കൂല എന്ന് ആയിഷ റളിയല്ലാഹു തആല എന്നോട് പറയുന്നുണ്ട്. മനസ്സിലായ? ഇതാണ് അതിൻ്റെ വിഷയം. ഞാനിത് ഈ ചരിത്രം, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ ഓതി കൊടുക്കാനാണ്, ഭാര്യമാരോട് ഓതി കൊടുക്കാനാണല്ലോ. അപ്പോൾ അത് ആ ഓതി കൊടുത്ത സന്ദർഭം മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായി? എന്തുകൊണ്ട് കുറയിലക്കാരോടുള്ള സംഭവത്തിനെ തുടർന്ന് ഈ ആയത്ത് ഇറങ്ങി എന്ന വിഷയം, പിന്നെ ഈ ആയത്ത് ഇത് ഏതിൻ്റെ വിഷയത്തിൽ ഇറങ്ങി എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ചരിത്രം പറഞ്ഞത്. ഇത് അറിയാൻ അനിവാര്യമാണ്, ഇല്ലെങ്കിൽ ഇത് നമ്മൾ അർത്ഥം വെച്ച് പോയിട്ട് കാര്യമല്ല. ഈ ഒരു ചരിത്ര പശ്ചാത്തലം അറിയാൻ അനിവാര്യമാണ്, എന്നെങ്കിലേ ഈ ആയത്ത് മനസ്സിലാകുള്ളൂ. മനസ്സിലായോ ഇതിൻ്റെ അർത്ഥവും? ഏതായാലും എല്ലാ ഭാര്യമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. പക്ഷെ എല്ലാ ഭാര്യമാരും ആയിഷ റളിയല്ലാഹു തആല എന്താണ് തിരഞ്ഞെടുത്തത്, അതാണ് തിരഞ്ഞെടുത്തത്. അവർക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ആ ജീവിത പരിമിതികൾ അറിയാം. റസൂൽ ഒരിക്കലും ആവശ്യമായ ഒരു ജീവിതം സമ്മതിക്കാത്ത അവസ്ഥയാണ് അവർക്കറിയാം. പക്ഷെ എന്നാലും അവരെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ജീവിതത്തിൽ അവർ ധന്യരാണ്, സന്തുഷ്ടരാണ്. ഒരിക്കലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ മറ്റൊരു ആളെ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം ഇതിലൊരാളാണ് സൗദ ബിൻത് സമ്അ. ഇതിൽ സൗദയുണ്ട്, ആയിഷയുണ്ട്, ഹഫ്സയുണ്ട്, സൈനബുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 9 ഭാര്യമാരുണ്ട്. അതിൽ ഈ സൗദ ബിൻത് സമ്അ റളിയല്ലാഹു തആലാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപിരിയാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും അവർ പറയുന്നത്, റസൂൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ ജീവിത സഖിയായിട്ട് തുടർത്തണം, എൻ്റെ രാത്രിയെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനത് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സമ്മാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്. എന്നിട്ടും സൗദ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ, കാരണം അവർ വളരെ വാർദ്ധക്യത്തിൽ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായിട്ട് തുടരാൻ അവർ താല്പര്യം കാണിക്കുകയാണ് ചെയ്തിരുന്നത്. പറയുമ്പോഴത്താണ് റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ അവസ്ഥ. വഫാത്താകുന്ന നാളുകളിൽ വരെ അങ്കി പണയം വെച്ചിട്ടാണ് യഹൂദരിൽ നിന്ന് ഗോതമ്പ് വാങ്ങിയിട്ട് ഭാര്യമാർക്ക് ഭക്ഷണം സമ്പാദിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ദൂരത്തുള്ള ഒരു ജീവിതം റസൂൽ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. വിരക്തമായിട്ട് ജീവിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തെ നിർബന്ധിച്ചിരുന്നു. മനസ്സിലായില്ല? അവിടെ ഇനി ആർക്കാണോ അല്പം ഇതിനേക്കാൾ ഭേദപ്പെട്ട ജീവിതം വേണ്ടത്, അത് ഇവിടെ വേണ്ട, അത് എവിടെയാണ് തരപ്പെടുന്നത് അവിടേക്ക് പോകാം എന്നതാണ് ഇവിടെ ഈ തഖീറിൻ്റെ ഒരു തേട്ടം. ഖലാസ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പിന്നെ എന്താണ് പ്രത്യേകതയാണ്, ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ള റസൂലുള്ളാഹിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ നിന്ന് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളണം അതല്ല. ഇനി അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഞാനിതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആയത്തിൻ്റെ വിഷയങ്ങൾ കുറേ ഉണ്ട്, പറയാം. ഇല്ല ഖദീജ റളിയല്ലാഹു തആല വഫാത്തായി പോയി. പിന്നെ സൈനബ് ബിന്ത് ഖുസൈമയും വഫാത്തായി പോയി. ഖദീജ, സൈനബ് ബിന്ത് ജഹ്ഷ് സൈനബ് ബിന്ത് ഖുസൈമ ഇവരൊഴിച്ചുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്കാണ് ഈ ഒരു വിഷയം അല്ലേ. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇവിടെ ജീവിച്ച നാളിൽ മറ്റൊരു ഭാര്യയല്ല, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും ജീവിക്കുന്ന അവരുടെ വീട്ടിലാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ്. അന്ന് പ്രശ്നങ്ങളില്ല. അവരൊന്നും അതുകൊണ്ടാണ് അവർ ഇപ്പം മറ്റു ഭാര്യമാരുണ്ടല്ലോ ഈ ചോദിച്ചതുപോലെ, പിന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ, അപശബ്ദങ്ങൾ, ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് അവിടെ ഒരു ദിവസം പോലും ഒരു അപശബ്ദം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല. പറയുമ്പോൾ റസൂൽ താമസിക്കുന്നത് അവരുടെ വീട്ടിലാണ്, ഖദീജ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ്. റസൂൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ളവർ, റസൂലുള്ളാഹിൻ്റെ പിന്നെ മൗലാത്തായ ഉമ്മു ഐമൻ, ബറക്ക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലായിരുന്നു അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്, അലി എന്ന കുട്ടി. അതേപോലെ തന്നെ വേറെയും റസൂലുള്ളാഹിൻ്റെ മക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ റുഖയ്യ, പിന്നെ ഉമ്മു കുൽസൂം, അതേപോലെ അതിന് മുമ്പ് സൈനബ്, പിന്നെ ഫാത്തിമ, ഈ കുട്ടികളൊക്കെ ഉണ്ടായിട്ടില്ലേ? അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു വളർത്തപ്പെട്ടത്. പക്ഷെ അവരൊക്കെ വളർത്തിയിരുന്നത് എവിടെയായിരുന്നു? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. പക്ഷെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് ബിബൈത്തിൻ ഫിൽ ജന്നത്തി മിൻ ഖസബിൻ ലാ സഖബ ഫിഹാ വലാ നസബ് എന്ന സന്തോഷ വാർത്ത അറിയിച്ചത്. അവർക്ക് പരലോകത്ത് ഒരു മുത്തിനാൽ തീർക്കപ്പെട്ട ഒരു കൊട്ടാരം ഉണ്ടായിരിക്കും. അതിൽ അവർക്ക് ഒരു ക്ഷീണമോ ഒരു ശബ്ദകോലാഹലമോ ബഹളമോ ഇല്ലാത്ത വീടായിരിക്കുമെന്ന് പറയുന്നത്. കാരണം അവർ ദുനിയാവിൽ പിന്നെ അവർ ചെയ്തതിൻ്റെ ആ ഒരു പ്രതിഫലം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൃത്യമായിട്ട് അതേപോലെ പരലോകത്ത് നിശ്ചയിച്ചതെന്ന്. ആയിഷ റളിയല്ലാഹു തആല ജീവിച്ച നാളിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്ത് ഇങ്ങനെ വാചാലമാകുമായിരുന്നു ഒക്കെ ഉണ്ട്, ഹദീസ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് വളരെ ഗീറത്തിട്ടായിരുന്നു, ഇടങ്ങേറും രോഷം ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്ക്, ഖദീജയെ കേൾക്കുമ്പോഴത്തേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞ ഏതായാലും നമ്മളിവിടെ ഈ ആയത്തിൻ്റെ അർത്ഥം പറയാം. നമ്മൾ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ. ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം യാ അയ്യുഹൻ നബി, നബിയെ. ഖുൽ താങ്കൾ പറയുക, ലി അസ്വാജിക താങ്കളുടെ അസ്വാജിനോട്, അസ്വാജ് സൗജ, അസ്വാജ് ഭാര്യ, താങ്കളുടെ ഇണകളോട് താങ്കൾ പറയുക എന്ത്? ഇൻ കുൻതുന്ന തുരിദിന ലഹയാത്തദ് ദുനിയ. ഇൻ കുൻതുന്ന തുരിദിന നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, തുരിദിന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകൾ ഉദ്ദേശിക്കുന്നു, തുരിദിന. ഇൻ കുൻതുന്ന തുരിദിന നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആരെ ഉദ്ദേശിക്കുകയാണെങ്കിൽ? അൽ ഹയാത്തദ് ദുനിയ. ഹയാത്ത് ദുനിയ എന്ന ഭൗതിക ജീവിതം, ഭൗതിക ജീവിതവും വസീനതഹ ഭൗതിക ജീവിതത്തിലെ സീനത്തും, അതിൻ്റെ സീനത്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, അൽ ഹയാത്തദ് ദുനിയ വസീനതഹ, വസീനത്തൽ ഹയാത്തി ദുനിയ, അത് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫതആലൈന, ഫതആലൈന ജവാബിലാണ്. തആലൈന, എന്താ തആലൈന? തആൽ എന്നാണ് എന്താ? തആൽ നീ വാ, തആലൗ എന്നാ നിങ്ങൾ വരൂ എന്നാണ്. കുൽ തആലൗ ആയത്ത് പറഞ്ഞല്ലേ, നിങ്ങൾ വരൂ ആണുങ്ങളോട്. പെണ്ണുങ്ങളോടാകുമ്പോൾ തആലൈന നിങ്ങൾ വരൂ എന്നാണ്. നിങ്ങൾ വരൂ അങ്ങനെ പറയാം. കുറേ സ്ത്രീകളോട് അഭിസംബോധന ചെയ്തിട്ട് വരൂ. അതൊരു ഫെയിൽ അമ്രാണ്, അമ്ര ഫെയിലാണിത്. അമ്ര ഫെയിൽ എന്ന് പറഞ്ഞെങ്കിൽ ക്രിയൻ്റെ അർത്ഥം ഉണ്ടാവും, ക്രിയൻ്റെ അർത്ഥം ഉണ്ടാവും. പക്ഷെ ക്രിയ സ്വീകരിക്കുന്ന പിന്നെ ചില പ്രയോഗങ്ങളുണ്ട്, അത് ഈ ഇത് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇസ്മു ഫെയിൽ എന്ന് പറയും. ചില കാര്യങ്ങൾ അത് ഇസ്മിനെ പോലെയാണ്, ചില കാര്യങ്ങൾ അത് ഫെയിലിനെ പോലെയാണ്.
അതുകൊണ്ട് ഇസ്മു ഫീൽ എന്നാണ് ഇതിന് പറയാം. ഏതായാലും ഫതആലൈന നിങ്ങൾ വരൂ എന്നാണ്. ഉമത്തിഉകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീല. ഉമത്തിഉകുന്ന ഉമത്തിഉകുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മത്താഴ് തരാം. അത് നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. പിന്നെ ഓ ഉസർരിഹുകുന്ന, എന്താ ഉസർരിഹുകുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ തലാക്ക് ചെല്ലാം, നിങ്ങളെ ഞാൻ തലാക്ക് ചെല്ലാം. സറാഹൻ ജമീല, ജമീലായ സറാഹ്. ഇതൊക്കെ കുറേ മസാലകളാണ്, നമുക്കതിൽ ശരിക്കും അങ്ങനെ പഠിച്ചു പോവാണ്. ഇവിടെ ഭാര്യമാരോട് പറയാണ്, ഭാര്യമാർ റസൂലുള്ളാഹി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഭൗതിക വിരക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഭൗതിക വിരക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്യരോട് ഉപദേശിക്കാം, പക്ഷെ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ നിസ്സാസലം മതങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ഇഹലോക ജീവിതവും അതിൻ്റെ അലങ്കാരവുമാണ് എങ്കിൽ ഫതആലൗ വരൂ എന്ന് പറയാം. സീനത്ത് എന്താ, സീനത്ത് സീനത്ത് നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവും, അലങ്കാരം, ഭംഗി. സെയിൻ, ഷെയ്ൻ എന്ന് പറയും. സെയിൻ സെയിൻ എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്. അതിന് നേരെ വിപരീതമാണ് ഷെയ്ൻ. ഒരു ഹദീസിൽ കാണാം, ഇദാ വാഫഖ റിഫ്ഖു ഫി ഷൈഇൻ, ഒരു സംഗതിയിൽ റിഫ്ഖ് ഉണ്ട് എങ്കിൽ, റിഫ്ഖ് എന്ന് പറഞ്ഞാൽ മൃദുലത ഉണ്ട് എങ്കിൽ സാനഹു, അത് ഭംഗിയുള്ളതാകും. ഇതാ നുസിയ റിഫ്ഖു മിൻ ഷൈഇൻ, ഒരു സംഗതിയിൽ നിന്ന് റിഫ്ഖ്, മൃദുലത എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷാനഹു, അതിനെ അലങ്കോലപ്പെടുത്തും, അഭംഗിയുള്ളതാക്കും എന്നുള്ളത്. അപ്പോൾ സെയ്ൻ എന്ന് പറഞ്ഞാൽ ഭംഗി, ഷെയ്ൻ എന്ന് പറഞ്ഞാൽ അഭംഗി, സീന. നമുക്കിവിടെ എവിടെ വന്നത്, നമുക്ക് യൗമുസ്സീന വന്നില്ല, യൗമുസ്സീന. ഖാല മൗഈദുകും യൗമുസ്സീന വ അൻ യുഹ്ശറന്നാസു ദുഹാ, സൂറത്ത് താഹയിൽ. എന്താ യൗമുസ്സീന? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഫിർഔനോട് ഏറ്റുമുട്ടാൻ ഉദ്ദേശിച്ചല്ലോ, ഏത് വിഷയത്തിൽ, മരണക്കാരെ കൂട്ടിയിട്ടുള്ള ആ ദിവസത്തിൽ. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ഫിർഔനോട്, ഏത് ദിവസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളത്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാംക്ക് ഉറപ്പുണ്ട്, താൻ വടിയിട്ടാൽ അത് പാമ്പാകും എന്നുള്ള വിഷയം. മറ്റൊരിടത്ത് മാജിക്കാണെന്നുള്ളത്, മാജിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഈ മായാജാലാണ്, മായാവിദ്യയാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഏത് ദിവസമാണെന്ന് ഫിർഔൻ ചോദിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് മൗഈദുകും യൗമുസ്സീന, യൗമുസ്സീനയിലാക്കാം. കാരണം എന്താ, ഭയങ്കര ജനാവലിയായിരിക്കും യൗമുസ്സീനയിൽ. പണ്ടേ ഈജിപ്തിൽ ഖിബ്തികളുടെ ഒരു ആഘോഷ ദിവസമാണ് യൗമുസ്സീന. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നൈൽ നദി പിന്നെ അത് പിന്നെ നന്നായി പണ്ട് കാലങ്ങളിൽ, ഇന്നും അങ്ങനെ തന്നെ, ഈ നൈലിനെ ആശ്രയിച്ചാണ് ഈജിപ്തിൻ്റെ ജീവിതം. നൈലിനെ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ നൈൽ നദിയിലെ ജലം, അത് പിന്നെ അതാണ് പിന്നെ മിസ്റിനെ കൃഷിയോഗ്യവും ഫലഭൂയിഷ്ടമാക്കിയിരുന്നത്. ഈ വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യും, പിന്നെ നൈലിൽ വെള്ളം പിന്നെ ശേഖരിക്കപ്പെട്ട് പിന്നെ അത് തുറന്നു വിടുന്ന ദിവസമാണ്. ആളുകൾക്ക്, കർഷകർക്ക് അതാണ് പിന്നെ വെള്ളം ശേഖരിക്കാനും മറ്റുമൊക്കെയുള്ള പല, നൈലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത് വലിയ സംഭവമാണ്. ഏതായാലും അത് ഈ ഹേമന്തകാലം തുടങ്ങുന്നതിൻ്റെ 15 ദിവസം മുമ്പ് തന്നെ, സെപ്റ്റംബർ 15 അതിൻ്റെ ദിവസം. പണ്ട് കാലം ഒക്കെ സെപ്റ്റംബർ 15 ഈ യൗമുസ്സീന. അന്നാണ് നൈൽ തുറന്നിടുക. പിന്നെ മാത്രമല്ല, അത് അന്നൊരു വലിയ ആഘോഷ നാളാണ് മിസ്റിൻ്റെ ചരിത്രത്തിൽ. ഏതായാലും ആ ദിവസം മിസ്റുകൾ ഒന്നായിട്ട് വരുന്ന ദിവസം അന്നാക്കാന്നാ പറയണത്. വയുഹ്ശറന്നാസു ദുഹൻ, ദുഹ ടൈം ആകുമ്പോഴത്തേന് എല്ലാവരും വന്നെത്തും. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതാകാം എന്നുള്ളതിന്, പ്രകടനമാകാമെന്നുള്ളതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. എന്നാലും യൗമുസ്സീന നമ്മൾ പഠിച്ചു പോയതാണ്, വിശുദ്ധ ഖുർആനിൽ കുറേ പ്രയോഗിച്ചാണ് സീനത്ത്. ഇവിടെ ഉദ്ദേശം ഭൗതികമായ അലങ്കൃതികൾ, അലങ്കാരങ്ങൾ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫതആലൈന വരൂ, ഉമത്തിഉകുൻ, ഞാൻ നിങ്ങൾക്ക് മത്താഴ് തരാം, വ ഉസർരിഹുകുന്ന, ഞാൻ നിങ്ങളെന്ത് ചെയ്യാം, പിന്നെ ഈ സറഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പിന്നെ യാത്രയാക്കുക, അയച്ചു വിടുക, പറഞ്ഞയക്കുക എന്നൊക്കെ പറയുക, അതാണ് സറഹ. പക്ഷേ തലാഖിന് ഫിറാഖ്,
ഒരാൾ ഭാര്യനോട് സറഹ്തുക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? തലാഖിൻ്റെ പദമാണ്. അതേപോലെ ഫറാഖ്തുക്കി എന്ന് പറഞ്ഞാൽ തലാഖിൻ്റെ പദമാണ്. തല്ലഖ്തുക്കി എന്ന് പറയുന്നത് പോലെ തന്നെ ചിലർ തലാഖ് എന്ന് മാത്രമേ ശരിയായ പദമായിട്ട് പ്രയോഗിക്കുള്ളൂ. സറാഹും ഫറാഖ് പറയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മൂന്നും ഇത് പറഞ്ഞില്ലേ, സറാഹ് പറഞ്ഞില്ലേ. ഏതായാലും ഇവിടെ ഉസരിഹുക്കുന്ന, ഞാൻ നിങ്ങളെ യാത്രയാക്കാം, ഉദ്ദേശം ഞാൻ നിങ്ങളെ തലാക്ക് നിർവഹിച്ചു വിടാം എന്നുള്ളതാണ്. ആദ്യം തലാക്കാണോ ആദ്യം മത്താണോ? ആദ്യം മത്താണോ ആദ്യം തലാക്കാണോ? ഇവിടെ എന്താ പറഞ്ഞത്? ഉമത്തിയോക്കുന്ന, ഞാൻ നിങ്ങൾക്ക് മത്താഹ് തരാം. ഉസരിഹുക്കുന്ന, ഞാൻ നിങ്ങളെ വിവാഹമോചനം നടത്താമെന്നാണ്. ഇതിലേതാ ആദ്യം? തലാക്ക് എടുത്തിട്ടല്ലേ പിന്നല്ലേ മത്താഹ് നൽകൽ, അങ്ങനല്ലേ? പക്ഷെ ഇവിടെ എന്താ പറഞ്ഞ ആദ്യം? ഉമത്തിയോക്കുന്ന എന്നാണ്. അപ്പം അതെന്താ? അതെന്തുകൊണ്ടാണ്? അത് മത്താഹിൻ്റെ പ്രാധാന്യമാണ്. തലാക്ക് ചെല്ലണതിന് മുമ്പ് മാപ്പിള ആലോചിച്ചോളണം മത്താഹിനെ കുറിച്ച്. മത്താഹ് ഒരുക്കി വെച്ചിട്ടാണ് തലാക്ക്. മത്താഹ് തയ്യാറാക്കിയിട്ടാണ് തലാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എനിക്ക് തോന്നുന്ന ഹഫ്സ് ഇബ്നുൽ മുഗീറ ഭാര്യനെ തലാക്കല്ലേ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു മത്തിയഹ, മത്താഹ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മാ ഇന്ദീശ, എൻ്റെ അടുത്ത് ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പറ്റൂല. വലൗ നിസ്ഫ സാഇ മിൻ തംർ, അര സാഴ് തമ്രെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. തലാക്കുള്ള ചെല്ലാനുള്ള മിടുക്ക് പോരാ, പിന്നെ അതിനു മുമ്പ് മത്താഹ് കൊടുക്കാനുള്ള ആർജവും അതിൻ്റെ വകുപ്പും ഉണ്ടാകണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷ്കർഷിച്ച വിഷയം. എന്താ ഈ മത്താഹ്? നമ്മൾ ജീവനാംശം എന്നറിയും. അതിന് ആ അർത്ഥം തന്നെ അതിനൊരു തെറ്റാണ്. മത്താഹ് നടണമെങ്കിൽ ഒരു മനുഷ്യന് പിന്നെ ഉപകരിക്കുന്ന, മനുഷ്യനെ ആസ്വദിക്കുന്ന വിഷയമാണ്. അതെന്തും ആകാം. മത്താഹ് പൈസ തന്നെ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ മത്താഹ് വേണം വിവാഹ മോചിതക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്താഹ് നൽകിയിട്ടുണ്ട്. പക്ഷേ വിവാഹമോചനം നടത്താതെ തന്നെ റസൂല ഭാര്യയായി സ്വീകരിക്കുന്നതിന് മുമ്പ്, റസൂലുള്ളാഹിൻ്റെ ഭാര്യയാകുന്നതിന് മുമ്പ് ഈ അംറ ബിൻത്ത് നുഅ്മാൻ അൽ ജൗനിയ എന്ന് പറയുന്ന സ്ത്രീ, അംറ പിന്നെ ബനു കെൽബ് ഗോത്രക്കാരി, അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പിന്നെ ആവശ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സഖിയാക്കാൻ. അവരാണെങ്കിൽ ഒരു കുലീന കുടുംബത്തിലൊരു മഹദിയാണ്. അവർക്ക് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണെന്ന് അറിയില്ല. അവർ പറഞ്ഞു ഞാൻ പിന്നെ ഒരു മലിക്കത്താണ്. മലിക്കെന്ന് പറഞ്ഞാൽ രാജ്ഞി. മലിക്കത്ത് ഒരു സൗഖത്തിന്, സൗഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരൻ, നാടൻ സാധാരണക്കാരൻ പിന്നെ ഭാര്യയായി വരെ എന്നൊരക്ക് പ്രതികരിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു, അവരെ തിരിച്ചയക്കാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു സഹാബിനോട് പറയുന്നത്, അബൂ ഉസൈദ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അവർക്ക് 2 റാസിഖിയത്ത് നൽകാൻ പറയുന്നത്. റാസിഖിയത്ത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ ആവശ്യപ്പെട്ടിട്ട് അവരെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. വിവാഹ ഉടമ്പടി നടന്നിട്ടില്ല, അവർ റസൂലുള്ള വീട് കൂടിയിട്ടുമില്ല. പക്ഷേ റസൂലുള്ള എന്ത് ചെയ്തു? വേഗം അവരെ അവരുടെ കുടുംബത്തിലേക്കാക്കാൻ പറഞ്ഞു. അപ്പോൾ അബൂ സയ്യിദിനോട് പറഞ്ഞു അവർക്ക് 2 റാസിഖിയത്ത് നൽകാം. റാസിഖിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ 2 ഡ്രസ്സാണ്. വലിയ നല്ല അതിൻ്റെ ഭംഗിയൊക്കെ പറയുന്നത് കാണാം. ഏതായാലും 2 റാസിഖിയത്ത് കൊടുത്തിട്ട് അവരെ യാത്രയാക്കാൻ പറഞ്ഞു. അവിടെ തലാക്ക് നടന്നിട്ടില്ല, മനസ്സിലായല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവർക്ക് മത്താഹ് കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും പിന്നെ അപ്പോൾ തലാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം? മത്താഹ് വേണം. പക്ഷെ അത് എത്ര? അതിനൊരു കണക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് എന്താ? ഒമത്തിഊഹുന്ന, നിങ്ങൾ ഭാര്യമാരെ വിവാഹമോചനം നടത്തുമെങ്കിൽ അവർക്ക് മത്താഹ് നൽകണം. അലൽ മൂസി ഖദറുഹു അലൽ മുഖ്തിരി ഖദറുഹു, സാമ്പത്തികമായി വിശാലതയുള്ളവർ അതിൻ്റെ തോതനുസരിച്ച് കൊടുക്കണം. പരിമിതിയുള്ളവരോ അവരുടെ പരിമിതിക്കനുസരിച്ച് കൊടുക്കണം. പക്ഷെ എന്തായാലും എന്ത് ചെയ്യണം? മത്തിഊഹുന്ന, മത്താഹ് നൽകണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഫതആലൈന ഉമത്തിഉകുന്ന എന്ന് പറയുന്നത്. ഉസരിഹുകുന്ന സറാഹൻ ജമീല, ഉസരിഹുകുന്ന, ഞാൻ നിങ്ങളെ തലാക്ക് നിർവഹിക്കും, നിങ്ങളെ യാത്രയാക്കും. സറാഹൻ ജമീലൻ, എന്താ സറാഹൻ ജമീലൻ? സറാഹൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പറയ്. നല്ല നിലക്കുള്ള യാത്രയാക്കലാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിൽ പറയുന്നത് പിന്നെ ബഹളമോ കച്ചറേ ശകാരവർഷമോ ആക്ഷേപമോ കുറ്റപ്പെടുത്തലോ ഒന്നുമില്ലാതെ. പിന്നെ തലാക്ക് ചെല്ലേണ്ടത് എപ്പോഴാ? ഏത് സമയം വന്നിട്ട് അസ്സലാമു അലൈക്കും തലാക്ക് പറയലല്ല. പിന്നെയോ തലാക്ക് വരുമ്പോൾ അതിന് മിക്കവാറും അസ്സലാമു അലൈക്കും ഒന്നും ഉണ്ടായല്ല, അത് വേറെ വിഷയം. ആ ഭാര്യയുടെ ശുദ്ധികാലത്താണ് തലാക്ക്. ആ ശുദ്ധികാലത്ത് അവർ പ്രാപിക്കാൻ പാടുള്ളതല്ല. ഇതാ തല്ലഖ്തുമുൻ നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന എന്നാണ്. അവർ ഇദ്ദ സ്വീകരിക്കാനുള്ള സമയം, ആ സമയത്താണ് തലാക്ക്. അതൊരു പ്രത്യേക സമയമാണ്. ഏത് സമയത്തും തലാക്ക് പറ്റൂല. സ്ത്രീയുടെ ആർത്തവ കാലത്ത് തലാക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ആർത്തവം കഴിഞ്ഞ് കുളിച്ച് അവർ ശുദ്ധിയാകുമ്പോഴാണ് തലാക്ക് വേണമെങ്കിൽ തന്നെ. ആ ശുദ്ധികാലത്ത് അവരായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനും പാടില്ല. അങ്ങനെയുള്ള ശുദ്ധികാലത്താണ് തലാക്ക്. അതും തലാക്കിൻ്റെ കുറേ കടമ്പകളുണ്ട്, തലാക്കിലേക്ക് എത്താനുള്ള കടമ്പകൾ. അതൊക്കെ കടന്നിട്ടുള്ള തലാക്ക്, അതാണ് സറാഹൻ ജമീലൻ എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ ചില മസാലകളുണ്ട്. അത് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അത്